ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്ബ ഫാഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നൈറ്റി മെറ്റീരിയൽ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നൈറ്റി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ആരും അറിയില്ല എന്ന് പറയരുത്. അപ്പോൾ ഈ കാണുന്ന നൈറ്റി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അളവുകളെല്ലാം മാർക്ക് ചെയ്യുന്നത്. ഒട്ടും കട്ടിങ് അറിയാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അത്ര സിമ്പിളാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടും നിങ്ങൾ കാണണം. അപ്പോൾ തുണിയെ ഞാനിവിടെ 4 മടക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ. 4 മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നൈറ്റിയുടെ നല്ല വശം ഉള്ളിലേക്കാക്കി ചീത്ത വശം വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ 4 മടക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മുടെ എല്ലാ ഭാഗങ്ങളും വളരെ ക്ലിയർ ആണോ എന്ന് നോക്കണം. ഇതിൽ നമ്മൾ കൂടുതൽ അളവും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ തുമ്പുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇതിൽ കൂടുതൽ അളവുകൾ നമ്മൾ ചേർക്കുന്നില്ല. ഇതിൽ തന്നെ തുമ്പുള്ളത് കാരണം നമ്മൾ തുമ്പുകളൊന്നും കൂട്ടുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ മടക്കി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഇതിൽ എക്സ്ട്രാ തയ്യൽ തുമ്പ് വേണ്ടേ എന്ന്. പക്ഷെ ഇതിൽ വേണ്ട. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലൊരു മാറ്റവും വരുത്താനില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ സിമ്പിളാണ് എന്ന്. അപ്പം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം കേട്ടോ. ഷോൾഡർ ഇതിൽ വന്നിരിക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ആ 7 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. ഒരിക്കലും അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോകരുത്. അപ്പുറം സൈഡിലേക്ക് നമ്മൾ പോകരുത് കേട്ടോ. തൊട്ട് ചാരി തന്നെ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ ആ എൻഡിൽ ആം ഹോളിൻ്റെ എൻഡിൽ വരുന്ന ഭാഗത്തും നമ്മൾ അങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. കാരണം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ നമ്മുടെ അളവുകളെല്ലാം മാറിപ്പോകും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പുറത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതാ തയ്യൽ തുമ്പിൻ്റെ ഇതാ ഈ ഒരു ചെസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അത് താഴോട്ട് മുഴുവനായിട്ടും തന്നെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മളവിടെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. താഴെ ഭാഗത്ത് ഞാൻ ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഫിനിഷിങ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടില്ലേ, അവിടെ നമ്മൾ ചെറിയൊരു കർവ് കൊടുക്കണം. നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ താഴെ ഭാഗം തൂങ്ങി നിൽക്കുന്നത് പോലെ തോന്നില്ലേ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കുഴിച്ചെടുക്കണം. ഇതാ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ കുഴിച്ചെടുക്കുക കേട്ടോ. അതാ മാർക്കിംഗ് മാറിപ്പോയതാണ്. ആ രണ്ടാമത്തെ വരിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ കുഴിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴെ ഭാഗവും അതുപോലെ തന്നെ ഫിനിഷിംഗ് ആയി എല്ലാ ഭാഗവും ഒപ്പാണോ നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാം. 16 ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് സ്ലീവ് വേണ്ടത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ആം ഹോളിൻ്റെ അവിടെ എത്രയാണ് അളവ് വന്നിരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അത് 11.5 ഇഞ്ചാണ് ആം ഹോളിൻ്റെ അളവ് വന്നിരിക്കുന്നത്. അത് നമുക്ക് സ്ലീവിലും മാർക്ക് ചെയ്തെടുക്കാം. 11.5 ഇഞ്ചിൽ ഞാൻ അവിടെ അടയാളപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചുങ്ങാണ്ട് മാർക്ക് ചെയ്ത് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം കേട്ടോ. ഉള്ളിലേക്ക് കുഴിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി കട്ട് ചെയ്യാം. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള പീസും നമുക്ക് 16 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒപ്പം വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം ലെവലാണോ എന്ന് നോക്കണം. ഒരുപാട് തുണി നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. അത് കാരണം 3 മീറ്റർ എന്ന് പറഞ്ഞാലും 290 ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരുപാട് പീസുകൾ നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കൈ വേണ്ടതുകൊണ്ട് തന്നെ തുണികൾ വളരെ കമ്മിയായിരിക്കും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം.
ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. വിഡ്ത്ത് വന്നിട്ടുള്ളത് 2.5 ഇഞ്ചാണ്, ലെങ്ത്ത് വന്നിട്ടുള്ളത് 3.5 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റൗണ്ടാക്കി മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. റൗണ്ട് ഷേപ്പിലാണ് മാർക്ക് ചെയ്യുന്നത്. ഒരുപാട് വൈഡായി നിൽക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ഒത്തിരി വീതി വേണ്ടവർക്ക് ഒരു 3 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഇവിടെ എനിക്ക് അത്രയും ആവശ്യമില്ല. ചെറിയ നെക്കിലാണ് ഞങ്ങൾ നെറ്റൊക്കെ ഇടാറ്. അപ്പം 2.5 ഇഞ്ച് മാത്രമേ വീതി ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് നെക്ക് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പീസ്, നമ്മുടെ വേസ്റ്റ് പീസ് ഏതെങ്കിലും ഒരു പീസ് എടുത്താൽ മതി. അപ്പം ഈ രീതിയിലൊരു വലിയൊരു പീസ് എടുക്കാം. വീതി വന്നിട്ട് 11.5 ഇഞ്ചാണ്, നീളം 8.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തില്ലേ, വിഡ്ത്ത് 2.5 ഇഞ്ച്, അപ്പോൾ അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം. ചതുരക്കഴുത്തായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നീളം 5.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. താഴെയും 2.5 ഇഞ്ച് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്ക്വയറാക്കി എടുക്കാം. സ്ക്വയർ ആക്കുന്ന ടൈമിൽ നമ്മൾ ഉള്ളിലേക്ക് ആ ഒരു മുമ്മൂലയിൽ വന്നിട്ടില്ലേ, അവിടെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ചതുരത്തിൻ്റെ ആ ഒരു ഭാഗം നമുക്കിങ്ങനെ വൈഡായി കിടക്കില്ല, അവിടെ ഫിനിഷിംഗ് ആയി കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. നമുക്കിത് വളരെ കൃത്യമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടി. ഇനി ഈ പീസ് വെച്ചിട്ടാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്, നമ്മൾ ഒരുപാട് റിസ്ക് ഒന്നും എടുക്കില്ല. ഇത് ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഒന്നുമല്ല, സാധാ സ്ട്രെയിറ്റ് പീസ് തന്നെയാണ്. അപ്പോൾ ഇതും അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കട്ടിങ് ഇത് കഴിഞ്ഞു. സ്റ്റിച്ചിങ് അടുത്ത പാർട്ടായിട്ട് വരാം. എല്ലാതും കൂടെ ഇതിൽ നമുക്ക് ഇടാൻ കഴിയില്ല, ഒരുപാട് ലെങ്ത്തായി പോകും. അപ്പം 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബൈ.